കുഞ്ഞുങ്ങളുടെയൊക്കെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പേരൻസിന് പലപ്പോഴും ഒരു പേടി സ്വപ്നമാണ്. കാരണം ഭയങ്കര എനർജി കുടുക്കുകളാണ് നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത്. അവരിങ്ങനെ റൂമിലും വീട്ടിലും ഒക്കെ ഇങ്ങനെ കിടന്ന് ഓടി നടക്കുകയും വലിഞ്ഞു കയറുകയും മറിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവരെ എങ്ങനെ ഇവരുടെ എനർജി യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവരെ എങ്ങനെ എൻഗേജ് ചെയ്ത് വെക്കാം എന്നുള്ളത് പേരൻസിന്റെ ഒരു പേടി സ്വപ്നം തന്നെയാണ്. എസ്പെഷ്യലി വർക്കിംഗ് പേരൻസ് ആണ് എന്നുണ്ടെങ്കിൽ. അതല്ലാത്ത പേരൻസ് ആണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. അതിന് സഹായിക്കുന്ന 5 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു റെഗുലർ റുട്ടീനൊക്കെ ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക്. പക്ഷെ വെക്കേഷൻ ആകുമ്പോൾ പിന്നെ അതൊക്കെ അങ്ങ് തകിടം മറിയാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുക. എപ്പോൾ കിടക്കുന്ന സമയവും എഴുന്നേൽക്കുന്ന സമയവും സ്കൂളിൽ പോകുമ്പോൾ ഉള്ളതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കുഞ്ഞുങ്ങളിൽ ആ ഒരു അടുക്കും ചിട്ടയും ഉണ്ടായി വരാനായിട്ട് അത് സഹായിക്കും. സോ കിടക്കുന്ന സമയവും എഴുന്നേൽക്കുന്ന സമയം പഴയതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 2, ടിവിയുടെ മുന്നിലിരിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ലിമിറ്റ് ചെയ്യുക. 1 മണിക്കൂറോ 2 മണിക്കൂറോ അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് അത്രമാത്രം TV ടൈം കൊടുക്കുക. മൊബൈൽ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഔട്ട്ഡോർ ഗെയിംസ് ഇൻക്ലൂഡ് ചെയ്യുക കുഞ്ഞുങ്ങളുടെ ലൈഫിൽ. അത് രാവിലെ ആയാലും വൈകുന്നേരങ്ങളിലായാലും. ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് 11 മണി മുതൽ 3 മണി വരെ ഔട്ട്ഡോർ കുഞ്ഞുങ്ങളെ വിടുന്നത് സേഫ് അല്ല. ചൂട് കൂടുതലാണ്. പക്ഷെ അതിന് രാവിലെ 11 മണിക്ക് മുന്നേയും അല്ലെങ്കിൽ വൈകിട്ട് ഒരു 3 മണിക്ക് ശേഷവും ഒക്കെ കുഞ്ഞുങ്ങളെ ഔട്ട്ഡോർ ഗെയിംസിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. 3, കുഞ്ഞുങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ഒരു അവസരമായിട്ട് ഇതിനെ കാണുക. പുതിയ ഹോബീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരുടെ അഭിരുചിക്കനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് വിടാം. ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, ഡ്രോയിങ് ആയിക്കോട്ടെ, സ്കേറ്റിംഗ് ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും അവരുടെ അഭിരുചിക്കനുസരിച്ച് അത് പഠിക്കാനായിട്ട് അവരെ വിടുക. 4, പുതിയ പുതിയ കാര്യങ്ങൾ വായിക്കാനായിട്ട് വായനാശീലം കുഞ്ഞുങ്ങളിലേക്ക് കൊണ്ടുവരിക. പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്നായാലും ഒക്കെ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് അത് വായിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. അതിനോടൊപ്പം തന്നെ പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത കൂടി കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ എസ്പെഷ്യലി അവരത് ബുക്സ് ഒക്കെ നശിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. സോ അതും കൂടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. 5th പോയിന്റ് നമ്മുടെ ഹൗസ് ഹോൾഡ് ചോഴ്സിൽ കുട്ടികളെ കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അവരുടെ പ്രായത്തിനനുസരിച്ച് അവരെ നമ്മുടെ ഹൗസ് ഹോൾഡ് ചോഴ്സിൽ അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.